നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് പ്രതി. സുഹൈൽ മെന്ററാവാൻ നോക്കിയതാണോ, മോട്ടിവേഷൻ കൂടിയതാണോ ഇയാൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പാമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതോടൊപ്പം തന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തും വെച്ച് ഒരു ദിവസം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു. വേറെ ആരുടേതുമല്ല, നമ്മളെ നിവിൻ പോളിയെ പറ്റിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ കൊണ്ടുപോയിട്ട് നിവിൻ പോളിയെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുവതി വിളിച്ചു കൂവിയപ്പോഴേ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്ഥലത്തേക്കും പോയില്ല. നിവിൻ പോളി ഒളിവിൽ പോയില്ല, നിവിൻ പോളി വേറെ ജാമ്യത്തിന് നോക്കിയില്ല. നിവിൻ പോളി പറഞ്ഞു, ഇത് ഞാൻ ചെയ്യാത്ത കാര്യമാണ്, ഞാൻ തെളിയിക്കും, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ ഒരു സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യമില്ല, ഇനി എന്നെ തൂക്കിക്കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്യാത്ത കാര്യമാണ്, ഞാനത് തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞ് ചങ്കുറപ്പോടുകൂടി അയാളത് നേരിട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഫിലിപ്പ് സാറ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരും പറയുന്ന ഒരു കാര്യം, ഫിലിപ്പ് അങ്ങനെ ചെയ്യത്തില്ലടാ, ഫിലിപ്പ് അങ്ങനെ ചെയ്യില്ല, ഫിലിപ്പ് സാറിനെ നമുക്കറിയാം, ഫിലിപ്പ് സാറിനെ നമുക്കറിയുന്ന പോലെ മറ്റുള്ളവർക്കറിയില്ല, അയാളുടെ ജീവന് ഭീഷണിയുണ്ട്, അതുപോലെ തന്നെ അയാളുടെ എന്താ പറയേണ്ടത്, അയാളെ പേര് കളയാൻ വേണ്ടിയിട്ട് ലഹരി മാഫിയ ശ്രമിക്കുന്നുണ്ട്, അയാൾ ലഹരി മാഫിയക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഫിലിപ്പ് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴും നമുക്കും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. അതായത് ഫിലിപ്പ് സാർ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടാവില്ല എന്നാണ് നമുക്കും കേൾക്കാൻ ഇഷ്ടം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ അറിയപ്പെടുന്ന ഒരു നടി തന്നെയാണ്. അത് മാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ എന്താ പറയേണ്ടത്, വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിരുന്നു, പിന്നീട് സീരിയലിലൊക്കെ അഭിനയിച്ച ഒരു നടിയാണ്. അപ്പൊ അവര് പുറത്തു വന്നിട്ട് കാര്യങ്ങൾ എന്താണ്, അവരുടെ ഭർത്താവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യമൊക്കെ അവർക്ക് അറിയായിരിക്കുമല്ലോ. പക്ഷെ അവരാരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോഴേ ഒരാൾ പോലും ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിരപരാധിയാണെങ്കിൽ കല്യേ വെല്ലി, ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല. മടിയിൽ കനം ഇല്ലെങ്കിൽ നമ്മൾ പോരാടണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ബർക്കോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രശ്നമാവോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവോ എന്നല്ല. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന ഉണ്ടാവും. നമ്മൾ ചെയ്തിട്ട് നുണ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതാണെങ്കിൽ നമുക്ക് പലതും ത്യജിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് നടന്മാരുടെ പേരിലും യൂട്യൂബാരോളം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിവിൻ പോളി മാത്രമാണ് അത് ചങ്കുറപ്പോടു കൂടി നേരിട്ടത്. അയാൾക്കറിയാമായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ആ സിനിമയുടെ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരെയും അയാൾ കൊണ്ടുവരാൻ തയ്യാറായി. അതാണ് മനസ്സിലാക്കേണ്ടത്. നേരെ പോയി നിവിൻ പോളി പോയിട്ട് ഒരു ജാമ്യം എടുത്തിട്ടുണ്ടെങ്കിലോ, നിവിൻ പോളി പോയിട്ട് ഒന്ന് ഒളിവിൽ പോയിട്ടുണ്ടെങ്കിലോ, അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മരിക്കാനും നിൽക്കരുത്. നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിൽ പോയിട്ട് രക്ഷപ്പെടാനും നിൽക്കരുത്. ഈ ജയിലടച്ചോട്ടെ, കുഴപ്പമില്ല, ജയിലടച്ചോട്ടെ, നമുക്ക് പുറത്ത് വരാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം അറിയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാവും. ആ ഭാര്യയ്ക്ക് അറിയായിരിക്കാം, അയാൾക്ക് വരുന്ന ഭീഷണിയെ പറ്റി ഭാര്യയ്ക്ക് അറിയായിരിക്കാം, അതുപോലെ തന്നെ അയാളുടെ സ്വഭാവത്തെ പറ്റി ഭാര്യയ്ക്ക് അറിയായിരിക്കാം. അവർക്ക് നല്ലൊരു ചാൻസാണിത്, നല്ലൊരു ചാൻസാണ്. കാരണം ഫിലിപ്പ് സാറിനല്ലേ മിണ്ടാതിരിക്കാൻ കഴിയുള്ളൂ. ഫിലിപ്പ് സാർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. അങ്ങേർക്ക് മിണ്ടാൻ കഴിയില്ല. അങ്ങേർക്ക് ഇനി എന്തെങ്കിലും കഴിയുമെങ്കിലും എന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിയിട്ട് മാത്രം. പക്ഷേ അവരുടെ ഭാര്യയ്ക്ക് സംസാരിക്കാലോ. എന്തുകൊണ്ട് അവർ പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല? നമ്മളൊരാളൊരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാര്യ വരൂലേ, എങ്ങനെയായാലും നമ്മുടെ ബന്ധുക്കൾ വരൂലേ, ഇതെന്നെ പൂട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ബന്ധുക്കൾ വരൂലേ? എന്തുകൊണ്ട് വന്നിട്ടില്ല? അതൊരു വലിയ ചോദ്യമാണ്. അതാണ് ഞാൻ ഇന്ന് പിന്നെ എന്താ പറയേണ്ടത്. ഇപ്പോൾ നമ്മളെ എല്ലാവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർക്ക് ഭാര്യക്ക് എങ്ങനെയായാലും വിശ്വാസം ഉണ്ടാവും. അവർ പറയും ഞങ്ങളുടെ ഭർത്താവ് അത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല, ഇത് ഇന്നാളുടെ ചതിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണി സന്ദേശം വരാറുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് പുറത്തു വരാലോ. പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇതുണ്ടോ, അല്ല പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മടിയിൽ കനമുണ്ടോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സത്യമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പോലീസുകാർക്കെല്ലാം വിവരം കിട്ടും. അവരെല്ലാവരോടും ചോദിച്ചറിയും, ഇയാൾ എങ്ങനെയാണ്, ഇയാൾ ഈ സംസാരിക്കുന്നത് പോലെയാണോ എന്ന് ചോദിച്ചറിയും. അതിനുശേഷം മാത്രമാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും പോയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ചില ആൾക്കാർ അതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടു, ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ FIR ഇടും, അത് കഴിഞ്ഞിട്ട് മാത്രമേ അന്വേഷണം പോലും പൂർത്തിയാക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല, ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ കമന്റുകളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണ് നമ്മളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ, ഫിലിപ്പ് സാറിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരൊരു 10 വട്ടം ആലോചിക്കും, 10 വട്ടം അന്വേഷിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ ഇതുപോലെ ആക്കേണ്ട പരിപാടി പോലീസുകാർക്കില്ലല്ലോ.
പോലീസുകാർക്ക് ഒരിക്കലും ഇല്ലല്ലോ. അതായത് ഇദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അമ്മാതിരി പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കുറച്ചെങ്കിലും മറുപടി കുറച്ചും കൂടി ഇപ്പം നമുക്ക് കേൾക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പുറത്തു എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിനെ പറ്റി എനിക്ക് അവരുടെ ഭർത്താവിനെ പറ്റി അവർക്ക് പറയാനുള്ള കൃത്യമായിട്ട് റോളുണ്ട്. അവർക്ക് പറയണം. ഇനി എന്താ പറഞ്ഞിട്ട് ഇനി എന്ത് ഒലക്കായിക്കോട്ടെ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതിനെ വാദിക്കും അതിനെ വാദിക്കാം അല്ലേ വല്ലി. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയണോ. നമ്മൾ ആരെയും പേടിച്ച് വെക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊന്നും പറയണം. ഇപ്പൊ ഇതിനെടുക്കാൻ സ്വാമീനെ പിടിച്ചു വേണ്ടി സ്വാമി പറഞ്ഞ ട്രാപ്പാണ്. പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും സംസാരിക്കാൻ വന്നിട്ടില്ല. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും അറിയാം അയാൾ ഇങ്ങനെ കോഴിയാണെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പ് സാർ അത് ചെയ്യില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ ഏതൊക്കെ സാഹചര്യത്തിൽ അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണോ നമുക്കറിയില്ലല്ലോ. ഇപ്പൊ പുറമേ എന്ന് പറഞ്ഞാൽ പാൽ പുഞ്ചിരിയുമായിട്ട് നടക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളെ മുതലെടുക്കാൻ നിൽക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അതായത് ഈ പാവപ്പെട്ടവന്മാരെ ചാരിറ്റിന്റെ പേര് പറഞ്ഞു പോയിട്ട് അവരുടെ വീട്ടിൽ, അതായത് ഭർത്താവ് കിടപ്പിലാണെങ്കിൽ ഭാര്യമാരെ വരെ ടെൻഡ് ആകുന്ന ടീം വരെ ഉണ്ട്. അങ്ങനെയുള്ള ടീമും ഉണ്ട്. ഇല്ല ഒന്നും പറയുന്നില്ല. എല്ലാവരും ഒക്കെ ഡീസൻ്റ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ എത്തുമ്പോഴും ഇവരുടെ കോഴിത്തര ഇറങ്ങും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഇമാതിരി സ്പീച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇതിൻ്റെ അകത്ത് ഒരുപാട് കള്ളക്കളികളും നടന്നിട്ടുണ്ടോ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാളുടെ കൂടെയാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാളുടെ കൂടെ പോകുമ്പോൾ ഇതിന്റെ അച്ഛനും അമ്മയും എവിടെയായിരുന്നു? ഉറങ്ങിപ്പോയിരുന്ന ഒരു 10-16 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിനാ, അത് സുഖമില്ലാത്തൊരു പെണ്ണിനാ ഇതുപോലെ പറഞ്ഞു വിടുന്നു. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നേയില്ല. എനിക്ക് അതിശയമാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു മക്കളെ, അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാല് അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ എങ്ങനെയെങ്കിലും പറയണം. നിങ്ങൾ എന്തെങ്കിലും വെളിയിലൊന്ന് പറയണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് ഇത് ചെയ്യില്ല. ബാക്കി കാര്യങ്ങളെ പിന്നെ ഇപ്പൊ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും എല്ലാവരും. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്നും പറയല്ലേ, ഒന്നും മിണ്ടല്ലേ എന്ന് പറയും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മളെല്ലാം ആരായില്ലത്. നമുക്കെന്താ പറയുന്നതിനെന്താ? ഒരാളെ പറ്റി എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ, ഇല്ലേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇന്ന ആളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൂടെ? അല്ലെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞല്ലോ. പോലീസുകാർ എല്ലാ കാര്യവും ഓൾറെഡി അന്വേഷിച്ചിട്ടുണ്ടാവും. അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇനി നുണ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, മാറിപ്പോവാർന്ന്. കാരണം എന്താ വെച്ചാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നുണ പറഞ്ഞ് രക്ഷപ്പെടാനാണ് പ്ലാൻ എങ്കിൽ നമ്മൾ ഒന്നും പറയണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ കൃത്യമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം തുറന്ന് പറയണം. വന്നിട്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യത്തില്ലടോ, നിങ്ങൾ എന്ത് പണി കാണിക്കുന്നത്, എൻ്റെ കറിയാം എൻ്റെ ഭർത്താവിനെ കള്ളക്കേസാന്ന് കൃത്യമായിട്ട് പറയാം. ഇല്ലെങ്കിൽ അല്ല എൻ്റെ ഭർത്താവ് ചെയ്യും അത് പറയാം. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഈ ഫിലിപ്പ് സാറ് എന്ന് പറയുന്ന ആ മനുഷ്യനെ പിടിച്ചപ്പോൾ നമ്മൾ അതിശയപ്പെട്ടു പോയി. കാരണം എങ്ങനെ ഇത്, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. കഷ്ടം. ഇത്രയും പെട്ടെന്ന് ആ സ്ത്രീ വരുമോ നോക്കാം നമുക്ക്. ബൈ.